1849 ഒരു കണ്ടുപിടുത്തം. കടം തീർക്കാനായുള്ള ചിന്തകൾക്കിടെ നടത്തിയ ഒരു കണ്ടുപിടുത്തം. വെറും 3 മണിക്കൂർ മാത്രം എടുത്ത് നടത്തിയ ഒരു കുഞ്ഞൻ ആശയം. അന്നു മുതൽ ഇന്ന് വരെയും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടതും ഫാഷൻ ലോകം പോലും കൈയടക്കപ്പെട്ടതുമായ ഒരു കുഞ്ഞു കണ്ടുപിടുത്തം. ഈ പറഞ്ഞു വരുന്നത് സേഫ്റ്റി പിന്നിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്. ഇത് കണ്ടുപിടിച്ചത് വാൾട്ടർ ഹണ്ട് എന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. 1796 ജൂലൈ 29 ന്യൂയോർക്കിലെ ലൂയിസ് കൗണ്ടിയിലുള്ള മാർട്ടിൻസ്ബർഗിൽ അച്ഛൻ ഷെർമൻ ഹണ്ടിന്റെയും അമ്മ റേച്ചൽ ഹോവാർഡ് ഹണ്ടിന്റെയും 13 മക്കളിൽ മൂത്തയാളായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. ഒരു കർഷക കുടുംബമായിരുന്നതിനാൽ ദാരിദ്ര്യം പിടിമുറുക്കിയ ജീവിതമായിരുന്നു ഇവരുടേത്. തന്റെ ദരിദ്രമായ ചുറ്റുപാടിൽ ന്യൂയോർക്കിലുള്ള തന്റെ ചെറിയ വർക്ക്ഷോപ്പിൽ ആകെ അസ്വസ്ഥനായിട്ടിരിക്കുകയായിരുന്നു വാൾട്ടർ ഹണ്ട്. ഒരു വശത്ത് എന്തെങ്കിലും പുതുതായി കണ്ടുപിടിക്കണമെന്നുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ ആഗ്രഹവും, മറുവശത്ത് $15 കടം വീട്ടണമെന്ന സുഹൃത്തിന്റെ സമ്മർദ്ദവും. അന്നത്തെ കാലത്ത് ഇതൊരു വലിയ തുക തന്നെയായിരുന്നു. എങ്ങനെയും ഈ കടം വീട്ടാൻ പുതുതായി എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ചിന്തയിൽ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന 8 ഇഞ്ച് നീളമുള്ള ഒരു പിച്ചള കഷണം അദ്ദേഹം വെറുതെ വളച്ചുകൊണ്ടിരുന്നു. ഈ കമ്പി കഷ്ണത്തിൽ വിരലുകൾ ചലിപ്പിക്കുന്നതിനിടെ ഹണ്ടിന്റെ ഉള്ളിൽ ഒരു ആശയം ഉദിച്ചു. അന്നത്തെ കാലത്ത് വസ്ത്രങ്ങൾ കൂട്ടിയിണക്കാൻ ഉപയോഗിക്കുന്ന പിന്നുകൾ വലിയ ശല്യമായിരുന്നു. അവ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്നത് പതിവായിരുന്നു. 3 മണിക്കൂർ കഠിന പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ആ പിച്ചള കമ്പിയെ വിസ്മയിപ്പിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റിയെടുത്തു. കമ്പിയുടെ ഒരറ്റത്ത് വസ്ത്രത്തിൽ കുത്താൻ പാകത്തിനുള്ള മൂർച്ച കൂട്ടുകയും മറുവശത്ത് വിരലുകളിൽ കുത്താത്ത തരത്തിലുള്ള സ്പ്രിങ്ങും ലോക്കും അദ്ദേഹം ഘടിപ്പിച്ചു. ലോകം അന്നും ഇന്നും ഉപയോഗിക്കുന്ന സേഫ്റ്റി പിന്നിന്റെ ആദ്യ രൂപമായിരുന്നു അത്. തന്റെ ഈ കണ്ടുപിടുത്തത്തിന് 1849 ഏപ്രിൽ 10 അദ്ദേഹം പേറ്റന്റ് സ്വന്തമാക്കി. തന്റെ സുഹൃത്തിന്റെ $15 കടം വീട്ടുക എന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും കച്ചവട കണ്ണുകൾ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അധികം വൈകാതെ WR ഗ്രേസ് ആൻഡ് കമ്പനി എന്ന സ്ഥാപനത്തിന് അദ്ദേഹം തന്റെ പേറ്റന്റ് വിറ്റു. തന്റെ സുഹൃത്തിന് നൽകാനുള്ള കടം വീട്ടാനും ബാക്കിയുള്ള പണം കൊണ്ട് തന്റെ മറ്റു പരീക്ഷണങ്ങൾ നടത്താനുമുള്ള വെറും $400 അത് വിറ്റത്. എന്നാൽ വാൾട്ടർ ഹണ്ടിന്റെ കയ്യിൽ നിന്ന് $400 പേറ്റന്റ് വാങ്ങിയ കമ്പനി പിന്നീട് നേടിയത് കോടാനുകോടി ഡോളറുകളുടെ ലാഭമായിരുന്നു. തന്റെ ഈ കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുന്നത് വാൾട്ടർ ഹണ്ട് കണ്ടുനിന്നു. പക്ഷേ അതിന്റെ ലാഭം കൊയ്തത് മറ്റാരൊക്കെയോ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് സേഫ്റ്റി പിന്നില്ലാത്ത ഒരു വീട് പോലും ഇല്ല. ഫാഷൻ ലോകം മുതൽ സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങൾ വരെ സേഫ്റ്റി പിന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ചെറിയ സ്പ്രിങ്ങിലൂടെ ലോകത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ വാൾട്ടർ ഹണ്ട് പക്ഷേ തന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ മറന്നുപോയി. ഇന്ന് സേഫ്റ്റി പിൻ വ്യവസായം ശതകോടികളുടെ ഒരു ബിസിനസ് ആണ്. വാൾട്ടർ ഹണ്ടിന്റെ പേര് ചരിത്ര പുസ്തകങ്ങളിൽ ഒരു വരിയിൽ ഒതുങ്ങുമ്പോഴും അദ്ദേഹം $400 പണയം വെച്ചത് തന്റെ വരും തലമുറകളുടെ കോടിക്കണക്കിനുള്ള ലാഭമായിരുന്നു. 1859 ജൂൺ 8 ന്യൂയോർക്കിലെ തന്റെ വർക്ക്ഷോപ്പിൽ വെച്ച് തന്നെ ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടു.